മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പൾസർ സുനി പുറത്ത് ഇറങ്ങുകയാണ്. കർശനമായ ജാമ്യ വ്യവസ്ഥകളോട് കൂടി തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ എബി ജോൺ തോമസിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. എബി, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ജാമ്യ വ്യവസ്ഥകളാണ് ഇപ്പോൾ പൾസർ സുനിക്ക് നൽകിയിട്ടുള്ളത്? പ്രത്യേകിച്ചും ഇത്തരം ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കണം എന്നതിനെ തുടർന്നാണ് വിചാരണ കോടതിയുടെ നടപടി ഉണ്ടാകുന്നത്. വിവരങ്ങൾ ഭദ്ര, വളരെ വിശദമായിട്ടുള്ള വാദത്തിന് ശേഷമാണ് ഇപ്പോൾ വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒപ്പം തന്നെ എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിട്ടു പോകരുത് തുടങ്ങിയിട്ടുള്ള കർശനമായിട്ടുള്ള ഉപാധികളോട് കൂടിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യം ഹർജി തേടിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ജാമ്യം തേടിക്കൊണ്ടുള്ള ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതിപ്പോൾ കോടതി വിശദമായിട്ടുള്ള വാദം നടന്നിരുന്നു. അതിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനും ഇത്തരത്തിൽ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നു സുനിക്ക് ജാമ്യം നൽകിയാണ് കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ വേണം എന്നുള്ളതായിരുന്നു. ഈ ഇരയുടെ സ്വകാര്യതയും സുരക്ഷയും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജാമ്യം നൽകുമ്പോൾ തന്നെ അതനുസരിച്ചുള്ള ഉപാധികൾ വെക്കേണ്ടതുണ്ട്. ഒപ്പം പൾസർ സുനിയുടെ പുറത്തിറങ്ങിയ പൾസർ സുനിയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യം കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പോലീസ് സംരക്ഷണം നൽകേണ്ടതാണ്. ഓരോ പൗരന്റെയും സംരക്ഷണം എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അത് പോലീസ് നടത്തേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രത്യേകമായിട്ടുള്ള കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോടതി പറഞ്ഞിരുന്ന ഒരു കാര്യം എന്നത് ജാമ്യ വ്യവസ്ഥ നിശ്ചയിക്കുക മാത്രമാണ് വിചാരണ കോടതിയുടെ അധികാരത്തിൽ വരുന്ന ഒരു കാര്യം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ മാത്രമാണ് ഇപ്പോൾ വിചാരണ കോടതിക്ക് തീർക്കാനുള്ളത് അല്ലെങ്കിൽ അത് നടപ്പാക്കാനുള്ളത് എന്നുള്ളതായിരുന്നു കോടതി ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഈ പ്രതിയുടെ ജീവന് ഭീഷണി ഉണ്ടാകാമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞില്ല എന്ന് കോടതി ചോദിച്ചു. ഒപ്പം തന്നെ അത് തെളിവ് അല്ലെങ്കിൽ ഈ പൾസർ സുനിയുടെ അല്ലെങ്കിൽ ജീവന് ഭീഷണി ഉണ്ട് എന്നത് ആ സംഭവത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ജീവന് ഭീഷണി ഉണ്ട് എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു. ഒപ്പം തന്നെ ഈ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പൗരൻ സംരക്ഷണം ഉറപ്പാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത്. അതിന് ആ നടപടികൾ ആ നിലയ്ക്ക് തന്നെ നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടി. ഒപ്പം തന്നെ പൾസർ സുനി സാക്ഷികളൊന്നും തന്നെ കാണരുത് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. അപ്പോൾ കോടതി സുനിയുടെ അമ്മയും ഒരു സാക്ഷിയാണ്. അപ്പോൾ അമ്മയെ പോലും കാണരുത് എന്നാണോ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്ന് കോടതി ചോദിക്കുന്ന ഒരു നിലയും ഉണ്ടായി. എന്തായാലും ഇതിനെല്ലാം ഈ വാദങ്ങൾക്കെല്ലാം അതിന്റെയൊക്കെ അന്ത്യത്തിലാണ് ഇത്തരത്തിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി അനുവദിച്ച ജാമ്യം. ഒപ്പം തന്നെ കർശന ഉപാധികളോടുകൂടി അത് ഉപാധികൾ മാത്രമാണ് ഇപ്പോൾ വിചാരണ കോടതി നടപ്പിൽ വരുത്തിയിരിക്കുന്നത്. ആ ഉപാധികൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് കോടതിയുടെ നിലപാട് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കർശന ഉപാധികൾ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഈ കോടതിയുടെ പരിധിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ സുപ്രധാനമായിട്ടുള്ള കർശന ഉപാധികൾ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. ഇതും ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെ ചില ആളുകളെങ്കിലും മുന്നോട്ട് വെക്കുന്ന ഒരു നില നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കേസിന്റെ ഗതിയെ തന്നെ മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില ആ നിലയ്ക്കുള്ള ചില പ്രതികരണങ്ങൾ ചില ആളുകളുടെ ഭാഗത്തെങ്കിലും ഉണ്ടാകുന്ന നിലയുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തന്നെയും മാറ്റിവെച്ചുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നു. ഈ സംഭവം ഉണ്ടായി ജയിലിലായി 7.5 വർഷത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത്. ശരി എബി, എന്തായാലും പൾസർ സുനി അങ്ങനെ ജയിൽ മോചിതനായിരിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കർശനമായിട്ടുള്ള ജാമ്യ വ്യവസ്ഥകളാണ് കോടതി മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് എബി സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കരുത്, അതുപോലെ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ പാടില്ല, മറ്റൊന്ന് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ, എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ട് പുറത്തു പോകരുത് തുടങ്ങിയ കാര്യങ്ങളാണ്
ഇപ്പോൾ പൾസർ സുനിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്.